നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ തട്ടിപ്പ് കേസ്. നഴ്സിംഗ് പ്രവേശനം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പരാതി. മുൻ MLA സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ടു. രോഹിത്തിനി എങ്ങോട്ട്? മറുപടിയുമായി റായിഡു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ തട്ടിപ്പ് കേസ്. നഴ്സിംഗ് പ്രവേശനം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പരാതി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോബിൻ ബാബുവിനെതിരെയാണ് കേസെടുത്തത്. ഷാഫി പറമ്പലിന്റെ പ്രചാരണത്തിൽ സജീവ സാന്നിധ്യമാണ് റോബിൻ ബാബു. മുൻ MLA സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ടു. KPCC രൂപീകരിച്ച 25 അംഗ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാണ്. KPCC എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ട്രഷറിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി കായിക വാർത്ത. വരും IPL സീസണുകളിൽ രോഹിത് ശർമ്മ തുടരുമോ എന്ന കാര്യത്തിൽ നിരവധി അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം രോഹിത് മുംബൈ ഇന്ത്യൻസ് ഈ സീസണിനൊടുവിൽ ടീം വിടുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇനി രോഹിത് എങ്ങോട്ടേക്ക് എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. രോഹിത് ശർമ്മയെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻ താരം അമ്പാടി റായിഡു പറഞ്ഞിരുന്നു. ഏത് ടീമിലേക്ക് പോകണമെന്നത് രോഹിത്തിന്റെ ഇഷ്ടമാണ്. ഇത്ര മികച്ച ഒരു നായകനെ ലഭിക്കാൻ ഏത് ടീമിനാണ് ആഗ്രഹമില്ലാത്തത്? മറ്റേത് ടീമും മുംബൈയേക്കാൾ മികച്ച രീതിയിൽ രോഹിത്തിനെ കൂടെ നിർത്തുമെന്നും അമ്പാടി റായിഡു പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.